മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞത്. അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഐക്യരാഷ്ട്രസഭ ജൂലൈ 11 എല്ലാ വർഷവും ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 1990 ജൂലൈ 11 90-ലധികം രാജ്യങ്ങളിൽ ജനസംഖ്യാ ദിനം ആചരിച്ചു തുടങ്ങി. ജനസംഖ്യാ വർധനവ് ഭൂമിയിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനം ആചരിക്കുന്നതിൻ്റെ ലക്ഷ്യം. നിമിഷങ്ങൾ കഴിയുന്തോറും ഭൂമിയിൽ മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുന്നു. ജനസംഖ്യാ വർധനവ് ഇന്ന് ദ്രുതഗതിയിലാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ലോക ജനസംഖ്യ 160 കോടിയായിരുന്നു. എങ്കിൽ ഇന്നത് 800 കോടി കവിഞ്ഞിരിക്കുന്നു. ജനസംഖ്യ നിയന്ത്രണമില്ലാതെ കൂടുന്നത് മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയെയും പുരോഗതിയെയും ബാധിക്കുന്നു. ഇതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. ജനസംഖ്യാ വർധനവ് തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമാകുന്നു. പട്ടിണി മരണങ്ങൾ വർദ്ധിക്കുന്നു. ജനസംഖ്യാ പെരുപ്പത്തിന് കാരണങ്ങൾ പലതുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, കുടുംബാസൂത്രണത്തെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ലായ്മ, ശൈശവവിവാഹം എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങളുടെ ലഭ്യത, മരണനിരക്ക് കുറയുന്നതും ജനസംഖ്യാ വർധനവ് കാരണങ്ങളാണ്. ഭരണകൂടങ്ങൾ ഇതിനുള്ള പരിഹാരങ്ങൾ കാണാൻ ശ്രമിച്ചില്ലെങ്കിൽ ആപത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാകും. ജനപ്പെരുപ്പം നൽകുന്ന ഏറ്റവും ഭീകരമായ സമ്മാനം ദാരിദ്ര്യമാണ്. പ്രതിവർഷം ലക്ഷക്കണക്കിന് കുട്ടികൾ വിശന്നു പൊരിഞ്ഞ് മരിക്കുന്നു. ജനസംഖ്യ വർദ്ധിക്കുകയും പ്രകൃതി വിഭവങ്ങൾ അതിനനുസരിച്ച് വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുന്നു. ദാരിദ്ര്യത്തിന് ആനുപാതികമായി ജനസംഖ്യയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ദാരിദ്ര്യവും വർദ്ധിക്കുന്നു എന്നതാണ് പോയ നൂറ്റാണ്ടുകൾ ലോകത്തിന് നൽകിയ പാഠം. ഇന്ന് ലോക ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. 144 കോടിയിൽ കൂടുതലാണ് ഇന്ത്യയിലെ ജനസംഖ്യ. സർവനാശത്തിന് കാരണമായേക്കാവുന്ന ജനസംഖ്യാ വർധനവ് ലോക നന്മയ്ക്കുതകുന്ന വിധത്തിൽ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രാധാന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് പ്രവർത്തിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.